2024 ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് നെൽസൺ, മമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് പ്രേമലു. ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കർ, ദിലീഷ് പോത്തൻ എന്നിവരാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ. സിനിമ വമ്പൻ ഹിറ്റാവാനുള്ള പ്രധാന കാരണം അതിലെ കഥാപാത്രങ്ങളുമായി പ്രേക്ഷകന് വളരെ പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അതിനുവേണ്ടി സംവിധായകൻ ഉപയോഗിച്ചത് നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സിനിമാ ഡയലോഗുകളും സോഷ്യൽ മീഡിയ ട്രോളുകളും മീമുകളുമെല്ലാം തന്നെ സിനിമയിൽ ഉൾപ്പെടുത്തിയെന്നതാണ്. നാം ഇന്ന് സംസാരിക്കുന്നത് പ്രേമലു സിനിമയിലെ സിനിമാ റെഫറൻസുകളെക്കുറിച്ചും മീം റെഫറൻസുകളെക്കുറിച്ചുമാണ്. സിനിമയിലെ തെലുങ്കാന ബൊമ്മലു എന്ന ഗാനത്തിനിടയിൽ കാണിച്ച ഒരു രംഗമായിരുന്നു ഇത്. ഫോൺ കള്ളൻ പിടിയിൽ, എത്ര ലജ്ജാവഹം. സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റായ ഒരു ഡയലോഗായിരുന്നു ഇത്. പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവ്വജന്മ സാഫല്യമാണ്. അവാർഡ് വിന്നിംഗ് അഭിനയ മുഹൂർത്തങ്ങളുള്ള വിപ്രണാശം എന്ന ഷോർട്ട് ഫിലിമിലെ ഡയലോഗായിരുന്നു അത്. എത്ര ലജ്ജാവഹം, എത്ര ലജ്ജാവഹം. മലയാള സിനിമയിലെ പ്രശസ്തമായൊരു ഡയലോഗാണ് ഈ രംഗത്ത് പറയുന്നത്. മായാവി സിനിമയിൽ സെലിംകുമാർ അവതരിപ്പിച്ച കണ്ണൻ സ്രാങ്ക് എന്ന കഥാപാത്രത്തിന്റെ പ്രശസ്തമായ ആ ഒരു ഡയലോഗ്. ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്, നമ്മളൊന്ന് കാണുന്നുണ്ട്. ചട്ടമ്പിനാട് സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ദശമൂലം ദാമു. ദാമുവിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ഡയലോഗാണിത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ, നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. ആ ഒരു ഡയലോഗ് പ്രേമലു സിനിമയിൽ അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യുമല്ലയ്യ. പഞ്ചാബി ഹൗസ് സിനിമയിൽ ദിലീപ് കഥാപാത്രമായ ഉണ്ണി പണം കടം വാങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുകയും ഊമയാണെന്ന് അഭിനയിച്ച് പഞ്ചാബികളെയും രമണനെയും മുതലാളിയെയും പറ്റിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഉണ്ണി പറയുന്ന ഒരു ഡയലോഗായിരുന്നു മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. ഈ ഡയലോഗിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു ഡയലോഗ് പ്രേമലു സിനിമയിൽ നെൽസനും പറയുന്നുണ്ട്. ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാനൊഴിച്ചു. 2022 വിനീത് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഹൃദയം. പ്രേമലു സിനിമയിലൂടെ ഹൃദയം സിനിമയിലെ പല കാര്യങ്ങളെയും കളിയാക്കുന്നുണ്ട് ഗിരീഷ് ഏടി. എന്റെ ഹൃദയം അവിടെ വെച്ചിട്ടല്ലേ ഞാൻ പോന്നേക്കണത്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്പീച്ച് ഹൃദയത്തിൽ നിന്നും എടുത്തതാണ്. ഹൃദയം സിനിമയിൽ പ്രണവ് മോഹൻലാൽ കഥാപാത്രം എഴുതി വെച്ച കാര്യങ്ങളാണ് ആ സ്പീച്ചിൽ പറയുന്നത്. ഹൃദയം സിനിമയിൽ വരുന്ന മറ്റൊന്നാണ് സീക്രട്ട് ആലി. ആ റൂം തുറക്കുന്നതും അതിലേക്ക് ഓടുന്നതുമെല്ലാം തന്നെ ഹൃദയത്തിൽ കാണിക്കുന്നുണ്ട്. ആ രംഗങ്ങളെ കണക്കിന് കളിയാക്കുന്നുണ്ട് പ്രേമലിലൂടെ ഗിരീഷ് ഏടി. വേറൊരു കാര്യം ഇത് ഇവന്മാരല്ല ഇത് പറയേണ്ടത്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന മാനേജ്മെന്റിനാണ് ആദ്യം അടിക്കേണ്ടത്. ഹൃദയം സിനിമയിൽ വിനീത് ശ്രീനിവാസന്റെ മറ്റൊരു ക്രിഞ്ച് കണ്ടുപിടുത്തമായിരുന്നു കണ്ണുകൾ നോക്കി കമ്മിറ്റഡ് ആണോ എന്ന് പറയുന്ന രീതി. അവൾ കമ്മിറ്റഡ് ആണെങ്കിലും അവള് കമ്മിറ്റഡ് അല്ല. അവള് കമ്മിറ്റഡ് അല്ല. സിനിമ കണ്ട എല്ലാവരുടെയും സംശയമായിരുന്നു അതെന്തൊരു ടെക്നിക്കാണെന്ന്. അതേ ഒരു ടെക്നിക്കാണ് പ്രേമലുവിൽ സച്ചിനും ഉപയോഗിക്കുന്നത്. അതവള് സിംഗിളാണ്, അങ്ങനെ മനസ്സിലായി. അവളുടെ കണ്ണ് കണ്ടാലറിയാം. ഹൃദയം സിനിമ കണ്ട എല്ലാവരുടെയും ഡൗട്ടായിരുന്നു അതെങ്ങനെയെന്ന്. കണ്ണ് കണ്ടാലറിയാടാ. അല്ലടാ, ഞാൻ സീരിയസ് ആയിട്ട് അറിയാൻ പാടത്തോണ്ട് ചോദിക്കലാണ്, എങ്ങനെയാണ് ഈ കണ്ണ് കണ്ടുപിടിക്കുന്നത് സിംഗിൾ ആണെന്ന്. അമൽ ദേവിസിലൂടെ ഗിരീഷ് ഏടിയും അത് തന്നെയാണ് ചോദിക്കുന്നത്. കൊല്ലം 4 ആയി, ഇന്നതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ഇന്നേക്കൊരു പൊടി. ഈ ഒരു ഡയലോഗിലൂടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ യൂട്യൂബേഴ്സായ വില്ലേജ് കുക്കിംഗ് ചാനലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നേക്കൊരു പൊടി എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്ക്. കോളർ ടോൺ സെറ്റ് ചെയ്യാൻ ആ നമ്പറിലേക്ക് വിളിക്കാൻ തൈര്. അവരുടെ മലയാളം വേർഷനായ ഫിറോസ് ചുട്ടിപ്പാറയുടെ വില്ലേജ് ഫുഡ് ചാനലിന്റെ റെഫറൻസും സിനിമയിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. തൃഷ, വിജയ് സേതുപതി എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ 96 ഒരു ഡയലോഗുമായി സാമ്യമുള്ള ഡയലോഗ് പ്രേമലുവിലും കാണാം. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ എവിടെ നിൽക്കാണോ അവിടെ തന്നെ നിൽക്കാണ് ഇപ്പോഴും. 2003 റിലീസ് ചെയ്ത ധനുഷ് ചിത്രമായിരുന്നു കാതൽ കൊണ്ടൻ. ആ സിനിമയെക്കുറിച്ച് സിനിമയിൽ ഡയറക്റ്റായി തന്നെ പറയുന്നുണ്ട്. താനാരാണ് കാതൽ കൊണ്ടനിലെ ധനുഷ ക്ലാസ്സിൽ കിടന്നുറങ്ങാൻ? നീ അവളെ കൊണ്ടുപോവാന്നാണല്ലോ വിളിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വ്യക്തിയുടെ 2 റെഫറൻസുകൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. കുഞ്ഞുവാവ, എന്റെ പൊന്നുവാവ, താമര കണ്ണ കുഞ്ഞുവാവ.
വൈറലായ വീഡിയോയിലെ ആ ഡയലോഗ് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് സിനിമയിൽ ഉപയോഗിച്ചതും കാണാം. എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? സംസ്കാരത്തോടെ ജീവിക്കാൻ പഠിക്കുക. തെണ്ടി, ഇതാണോടാ സംസ്കാരം? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? നീ ഷണ്ടനാടാ. ഞാൻ തൂറി എറിയും നിന്നെ. എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും നിന്നെ. സിനിമയിലൊരു ബാഹുബലി റെഫറൻസും കാണാം. ബാഹുബലി സിനിമയിൽ പൽവാൾ ദേവന്റെ പ്രതിമ എന്ന പോലെ ഈ സിനിമയിൽ പുലിവാൾ ദേവന്റെ പ്രതിമ എന്ന് പറയുന്നുണ്ട്. എന്റെ കാര്യം പോട്ടെ, ശ്രാവണിയുടെ മുതുമുത്തച്ഛൻ മിസ്റ്റർ പുലിവാൽ ദേവന്റെ പ്രതിമയാണത്. ആ പ്രതിമ മറിഞ്ഞു വീഴുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നതും. രസികനാണല്ലേ? അല്ല, രാമനാഥനാ. അയ്യടെ കേട്ടാ നമ്മളാരും ശരിയല്ല. ഇവൻ ശരിയല്ല. നമ്മളാരും ശരിയല്ല. ഞാൻ കമ്മിറ്റഡാണ്. അതിനൊന്നുമില്ലേ? ഞാനും പട്ടാമ്പി സാറും നല്ല കണക്ഷനാ. ഫ്രണ്ട്സ് അതിനൊന്നും ഇല്ലേ? കാർത്തിക കമ്മിറ്റഡാണ്. ബൈ കമ്മിറ്റഡ്. സി നോ വൺ കേഴ്സ്. Dodson, we've got Dodson here. Nobody cares. കസ്റ്റമർ കെയറിലെ ചേച്ചിയിലെ നിനക്ക് പുച്ഛം. അവളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ. സജി നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. പൊന്നിയിൻ സെൽവൻ സിനിമയിൽ ലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പ്രശസ്തമായൊരു ഡയലോഗ് സിനിമയിൽ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വല്ല കാട്ടിലും പോയി ജീവിക്കാന്ന് വിചാരിച്ച ഫോറസ്റ്റ് മിനിസ്റ്റർ നിജലിംഗപ്പ അവന്റെ ഫാമിലി ഫ്രണ്ട്. നിജലിംഗപ്പ ഇപ്പൊ 2 തവണ വിളിച്ചത്. എന്നാലും എനിക്ക് നിജലിംഗപ്പയോട് സംസാരിക്കണം. പച്ചാളം നിജലിംഗം സാർ. നിങ്ങളെ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ ആശ്വാസം. പരിചയപ്പെട്ടിരിക്കേണ്ട ആൾക്കാരാണല്ലോ. മ്യൂവിംഗ് പ്രോസസ് നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നത്. എടേ സച്ചിൻ, വേണേ ചാറ് കൂട്ടി കുറച്ച് അടിച്ചോ. കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാം. ആദി എന്താ മോളെ? പാൽ മണക്കുത്. ബെസ്റ്റി, കോഴികൾക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണല്ലോ. എടാ ദൈവത്തിൽ നിങ്ങളിപ്പോ ഫ്രീക്ക് പേരിട്ട് തുടങ്ങിയ. വിനീത് ശ്രീനിവാസന്റെ തട്ടത്തിൻ മറയത്ത് പോലെയാണ് സിനിമയുടെ അവസാനം കാണിക്കുന്നത്. വിനോദ് പ്രാർത്ഥിച്ചത് ആയിഷയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു എന്ന് കാണിച്ചതുപോലെ തന്നെ ബോട്ടിൽ വന്ന് വീണത് സച്ചിന്റെ ദേഹത്ത് തന്നെയായിരുന്നു എന്ന് ഒരു ട്വിസ്റ്റായി കാണിക്കുന്നു. ഇതാരുടെ തലച്ചൊന്ന് വീഴുന്നോ അവനെ നീ കിട്ടും. സിനിമയിലെ മറ്റൊരു മാസ് ഡയലോഗ് ആയിരുന്നു ഇത്. ഇനി നടക്കപ്പോറത് യുദ്ധം. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നറിയുന്നവർ കമന്റ് ചെയ്യുമല്ലോ. അതുപോലെ ആ സിനിമയിലെ മറ്റു റെഫറൻസുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവയും കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.